നിനക്കൊക്കെ നാണുണ്ടോടി? അടിച്ചു വരാൻ വന്ന പെണ്ണിനോട് മത്സരത്തിൽ തോറ്റിട്ട് വന്ന് നിൽക്കണു. പെട്ടെന്ന് ടെൻഷൻ വന്നപ്പോ വെറുതെ ന്യായം പറയാൻ നിന്നാലേ നിന്റെ മോന്തടിച്ചാൻ വിളിക്കും. സ്റ്റോപ്പ് ഇറ്റ്. നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഒരു കാരണവശാലും പാർവതി ജയിക്കരുത്. നീ എങ്ങാനും പാർവതിയോട് തോറ്റ പിന്നെ നിനക്ക് ഇവിടെ ജോലി ഉണ്ടാവില്ല. മാഡം, കിടന്ന് നാടകം കളിക്കാതെ ഇറങ്ങിപ്പോടി. വെറുതെ നിഷയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റൊരാളാണ്. ഞാൻ എന്ത് ചെയ്തെന്നാ മാഡം പറയുന്നേ? പാർവതി ഈ കമ്പനിയിൽ ജോലിക്ക് ചേർന്നപ്പോ തന്നെ ഞാൻ അവളെ പിരിച്ചുവിടാൻ തന്നോട് പറഞ്ഞതല്ലേ? അന്ന് താനത് അനുസരിച്ചിരുന്നെങ്കിൽ പാർവതി ഇന്ന് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറില്ലായിരുന്നു. പക്ഷേ തനിക്ക് തന്റെ ഈഗോ ആയിരുന്നു വലുത്. പാർവതി ഇവിടെ വെച്ച് ടോർച്ചർ ചെയ്യാന്ന് താൻ കണക്ക് കൂട്ടി. പക്ഷേ പാർവതി ഓരോ അവസരവും നന്നായിട്ട് ഉപയോഗിച്ച് ഇപ്പൊ ടൈലർ വരെയായി. 1-2 കൊല്ലത്തിനുള്ളിൽ അവള് ചിലപ്പോ തന്റെ ജോലിയും ചെയ്തു എന്ന് വരും. പാർവതിക്ക് ഇങ്ങനെ വളരാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് താൻ ഒറ്റൊരുത്തനാ. ഇപ്പോഴും പാർവതിയെ തോപ്പിക്കാൻ എന്തെങ്കിലും ഒരു കളി കളിക്കാന്ന് പറഞ്ഞപ്പോ നിഷ എളുപ്പത്തിൽ ജയിക്കുന്ന താനല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പൊ എന്തായി? തന്റെ കഴിവുകേട് കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്. മാഡം ഇങ്ങനെ എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവസാന നിമിഷം വരെ നിഷയെ വെച്ച് പാറുവിനെ തടക്കാൻ ഞാനാ ശ്രമിച്ചത്. മാഡം എന്താ ചെയ്തത്? ആ ദരിദ്രവാസി മാഡത്തിന്റെ കൂടെ അല്ലേ താമസിക്കണേ? അവളെ നാളെ ഒരു ദിവസത്തേക്ക് ഈ കമ്പനിയിൽ വരാതെ തടയാൻ മാഡത്തിനെ കൊണ്ട് പറ്റുമോ? അത് ചെയ്ത് കാണിച്ച മാഡം പറയുന്നത് എന്തും ഈ കരുണാരൻ ചെയ്യും. കരുണാകരൻ, എനിക്ക് മുക്തിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ പൊക്കോളൂ. ശരി മാഡം. ആന്റി, പാർവതി ടൈലർ ആയോ? അത് ആന്റി ചോദിച്ചതിന് മറുപടി പറ. ആയി. ആന്റി ടെൻഷൻ ആകണ്ട, ഞാൻ എല്ലാം കൈകാര്യം ചെയ്തോളാം. നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല. നിന്റെ കഴിവുകേട് കൊണ്ടാ പാർവതി ഇപ്പൊ ടൈലർ ആയത്. ഞാൻ എന്ത് ചെയ്യാനാ ആന്റി? പ്രിയനും കൈലാഷും പാർവതിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. പാർവതിയെ സഹായിക്കാൻ വേണ്ടിയാണോ കൈലാഷ് ടൈലർമാര് തമ്മിൽ മത്സരം വെച്ചതെന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും ആ മത്സരം ജയിക്കരുത്. എന്തു വില കൊടുത്തു അവളെ തോൽപ്പിക്കണം. വീണ്ടും തോറ്റുപോയിട്ട് എന്റെ അടുത്ത് വിശദീകരണമായിട്ട് വരരുത്. വന്ന ഞാൻ ഇതുപോലെ കൂളായിട്ട് പ്രതികരിച്ചൊന്നും വരില്ല. പാറു ചീന്തി ചേച്ചിയേക്കാൾ വേഗത്തിൽ തയ്ക്കുന്നുണ്ടോ? ഉച്ചയ്ക്ക് ജോലിക്ക് കയറിയ ആളെന്ന് കണ്ടേ പറയോ? കൈലാഷ് സാറ് പ്രഖ്യാപിച്ച സമ്മാന തുക കൈക്കലാക്കണമെങ്കിൽ സ്പീഡ് ഇല്ലാതെ പറ്റുമോ? എന്റെ സംശയം ആ കരുണാകരൻ എന്തെങ്കിലുമൊക്കെ കളി കളിച്ച് സമ്മാനത്തുക മൊത്തം അടിച്ചു മാറ്റുമെന്നാ. അങ്ങനെ സംഭവിക്കാതെ കൈലാഷ് സാർ നോക്കിക്കോളും. നിങ്ങൾ എല്ലാരും മത്സരത്തിൽ ശ്രദ്ധിച്ചാൽ മതി. വെറുതെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ സംസാരിക്കേണ്ട പ്രിയം ചേട്ടാ. പാറു ജയിക്കണമെന്നാണ് പ്രിയം ചേട്ടന്റെ ആഗ്രഹമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എല്ലാരും നന്നായിട്ട് മത്സരിക്കണം. അതെ, എനിക്കെന്റെ ചേച്ചിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം.